ഹലോ ഹായ് എവ്രി വൺ, എല്ലാവരും സുഖമായിരിക്കുന്നു. ഞങ്ങളിപ്പോൾ 2 ദിവസമായി വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ വിചാരിച്ചു വീഡിയോ എടുക്കാം എന്ന്. ഓക്കെ, നമ്മൾ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്തിനെ പറ്റിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി. യെസ്, എക്സാക്ട്ലി, ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റിയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അഗെയിൻ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ അല്ലേ? നമുക്ക് എല്ലാവരും ഒന്നിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. സോ ഇപ്പം ഞങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം നിങ്ങൾക്കാണ്. ഞങ്ങൾ ക്യാമറയ്ക്ക് ഞങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക് യു സോ മച്ച് ക്യാമറ, ഞങ്ങളെ ഇങ്ങനെ എത്ര അടിപൊളിയായിട്ട് എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയതിന് താങ്ക് യു സോ മച്ച്. കാണുന്ന വ്യൂവേഴ്സിനെല്ലാം താങ്ക് യു സോ മച്ച് ഫ്രം ദ ബോട്ടം ഓഫ് അവർ ഹാർട്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ മനീഷ, എൻ്റെ കൂടെ ഇത് ചെയ്തതിന് അടിപൊളിയായിട്ട് എൻ്റെ കൂടെ ഗ്രാറ്റിറ്റ്യൂഡും പറഞ്ഞ് എൻ്റെ കൂടെ ഈ വീഡിയോ ചെയ്യാൻ വന്ന മനീഷയ്ക്ക് താങ്ക് യു സോ മച്ച്. Thank you so much for my body. Thank you so much for my looks. Thank you so much for my eyes, my heart, by all my organs. Thank you so much for my അടിപൊളിയായിട്ട് സംസാരിച്ച് റീച്ച് ചെയ്യാൻ പറ്റിയ വാക്യങ്ങൾക്കും ടങ്കിനും നാക്കിനും എല്ലാം 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 ഈച്ച് ആൻഡ് എവറി പാർട്ട് ഓഫ് മൈ ബോഡി. താങ്ക് യു സോ മച്ച്. ഓരോരോ സെല്ലുകൾക്കും താങ്ക് യു സോ മച്ച്. ബ്ലഡിന് നന്ദി, എല്ലാത്തിനും നന്ദി. യൂണിവേഴ്സിന് നന്ദി, ഇരിക്കാമെന്ന ചെയറിന് നന്ദി, ടേബിളിന് നന്ദി, മൊബൈലിന് നന്ദി, എല്ലാത്തിനും നന്ദി. ദൈവത്തിന് നന്ദി, അമ്മയച്ഛനും നന്ദി, എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. മനീഷ നീ പറയൂ ഇനി. ഓക്കെ, കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, ക്യാമറയ്ക്ക് നന്ദി, ഹോൾ വേൾഡ് നന്ദി, അമ്മയ്ക്ക് നന്ദി. എൻ്റെ കൂടെ നല്ല സപ്പോർട്ടീവായിട്ടും ഇതൊക്കെ എടുക്കാനായിട്ട് അമ്മ എൻ്റെ കൂടെ വന്നതിന് അമ്മയ്ക്ക് നന്ദി. ലൈക്ക് ഐ ഡോണ്ട് നോ, ചെയറിന് നന്ദി, എൻ്റെ സ്പെക്സിന് നന്ദി, എൻ്റെ ഹോൾ ബോഡിക്ക് നന്ദി, ഓരോരോ സെൽസുകൾക്ക് നന്ദി, എൻ്റെ ബ്രെയിൻ നന്ദി, ഹാർട്ട് നന്ദി, ലെൻസിന് നന്ദി, ഓരോരോ ടിഷ്യൂസ് നമ്മുടെ ബോഡിയിലുണ്ടല്ലോ ആ ടിഷ്യൂസിന് ആരും നന്ദി, എല്ലാത്തിനും നന്ദി. യൂണിവേഴ്സിന് നന്ദി, ചെയറിനും ടേബിളിനും എയറിനും ഒക്കെ നന്ദി. സോ നമ്മൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ വി ഫീൽ പോസിറ്റീവ്. ഡോണ്ട് യു ഫീൽ പോസിറ്റീവ് മനീഷ? ഗിവ് മീ എ ഹൈ ഫൈവ്. വാവ്, ദാറ്റ്സ് എ ഹൈ ഫൈവ്. സോ ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ വി ഫീൽ പോസിറ്റീവ്. നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കണം, നിങ്ങളും പറയൂ ഞങ്ങളുടെ കൂടെ. യു വിൽ ഓൾസോ ഫീൽ പോസിറ്റീവ് അബൌട്ട് ഇറ്റ്. സോ ഇന്ന് ഞങ്ങൾ വേറെ ഇപ്പം ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ എപ്പോഴും യു വിൽ ബിക്കം പോസിറ്റീവ്. നമുക്ക് എപ്പോഴും ആ ഒരു ചേഞ്ച് ഓഫ് നമ്മുടെ വൈബ്രേഷൻ മാറുന്നത്, നമ്മുടെ ഫ്രീക്വൻസി മാറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യെസ്, എക്സാക്ട്ലി. അപ്പോൾ അതേപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു കാര്യം ഇത് പുതിയതായിട്ട് പഠിപ്പിക്കണം. സോ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത് പഠിപ്പിക്കാൻ പോകുന്ന കാര്യം വേറൊരു കാര്യമാണ്. അത് എന്താ മനീഷ, എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഒരു വേണ്ടാത്തൊരു കാര്യം, നിനക്ക് വേണ്ടാത്ത അർഹിക്കാത്ത ഒരു കാര്യം, നിനക്ക് ആവശ്യമില്ലാത്തൊരു കാര്യം കേൾക്കുമ്പോൾ നീ എന്താ പറയുന്നത്? ക്യാൻസൽ 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 നെക്സ്റ്റ്. യെസ്, ക്യാൻസൽ 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 നെക്സ്റ്റ് അല്ലേ? അപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും കേൾക്കും, ഒരു ആഡ് കേട്ടുകൊണ്ടിരിക്കുന്നു. ആഡ് നമ്മളിപ്പം സിനിമ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ ആഡ് കേൾക്കും. അപ്പം നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മൾ പറയാം പയ്യെ നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്നത് ക്യാൻസൽ ക്യാൻസൽ ക്യാൻസൽ. നെക്സ്റ്റ് അങ്ങനെ പറയുക. അപ്പം എന്ത് സാധനമാണെങ്കിലും നമുക്ക് വേണ്ടാത്ത ഒരു കാര്യം, ഇപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റി അങ്ങനെ ക്യാൻസൽ, നമുക്ക് വേണ്ട കാര്യമാണോ അത്? അല്ല. അപ്പം നമ്മൾ എന്താ പറയുന്നത്, നമുക്ക് വേണ്ട കാര്യമല്ല, നടന്നു, അവർക്ക് ശരിയാണ്, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ അവിടെ ക്യാൻസൽ 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 നെക്സ്റ്റ്. വി ഡോണ്ട് വാണ്ട് ദാറ്റ് ഫ്രീക്വൻസി ടു കം ടു അസ് എന്ന് വെച്ചാൽ അത് നമ്മൾ ഇത് ചെയ്യുന്നില്ല. പക്ഷേ അവർക്ക് ഉറപ്പായിട്ടും പ്രാർത്ഥിക്കണം. പണ്ട് ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറയാം. പണ്ട് ഈ എവിടെ ഞങ്ങൾ പുറത്തോട്ടൊക്കെ പോകുമ്പം എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഈ ആംബുലൻസ് കാണുമായിരുന്നു കേട്ടോ. ആംബുലൻസ് കാണുമ്പോൾ ശരിക്കും എൻ്റെ മനസ്സിലൊരു പേടിയും ഒരു ആംബുലൻസ് കാണുമ്പോൾ ആർക്കും അത്ര നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് അല്ലല്ലോ. അപ്പം മനീഷ നിനക്ക് എങ്ങനെയായിരുന്നു? എനിക്ക് ആ ഒരു ടൈമിൽ ഭയങ്കര എനിക്ക് പേടിയല്ല, ഒരു ഭയങ്കര ഒരു വിഷമോ അങ്ങനെ പോലെ തോന്നുമായിരുന്നു. അപ്പം ദാറ്റ് ഇസ് നോട്ട് എ വെരി ഗുഡ് നൈസ് ഫീലിംഗ് അല്ലേ, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് അല്ല. അപ്പം പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങിയെന്ന് അറിയാം. ഇതിനെന്ത് പരിഹാരമായിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ തൊട്ട് ഞങ്ങൾ രണ്ടും കൂടെ പ്ലാൻ ചെയ്ത് എപ്പം നമ്മൾ ആംബുലൻസ് കണ്ടാലും ഞങ്ങൾ പറയും താങ്ക് യു. അതിനകത്ത് പോകുന്ന ആൾക്കാർ കറക്റ്റായിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നു, അവർക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാം പടപടപടപടാന്ന് എല്ലാ കാര്യങ്ങളൊക്കെ അവർ വേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടുന്നു, അവർ സുഖപ്രദമായിട്ട് നല്ല രീതിയിൽ സുഖമായിട്ട് തിരിച്ച് വീട്ടിലെത്തുന്നു എന്ന് ഞങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ മനസ്സിൽ തന്നെ ഇത് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളുടെ മനസ്സിലും സന്തോഷമായി, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും നടന്നു തുടങ്ങി അല്ലേ. സോ ദാറ്റ് ഈസ് എ പോസിറ്റീവ് തിങ് അല്ലേ.
അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ ഓരോന്നോരോന്ന് ഞങ്ങൾ ഓരോരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്തു വന്നപ്പോൾ ഒരിക്കലും ഹസ്ബൻഡിന് ഒരു സർജറി വന്നിരുന്നു, ഒരു നീൻ്റെ സർജറി വന്നു. അപ്പം ഞങ്ങൾ യു വിൽ നോട്ട് ബിലീവ് ഇതേ ഒരു ഇതിൽ ആംബുലൻസിൽ നമുക്ക് പോകേണ്ടി വന്നു. പക്ഷെ നമ്മൾ വി വർ നോട്ട് ഫീലിംഗ് സ്കേഡ്. അത് വലിയ പാനിക് സിറ്റുവേഷൻ ഒന്നും അല്ലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ആംബുലൻസിൽ വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ടൂറ് പോകുന്ന പോലെ പോയിട്ട് തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ വലിയ പാനിക് അല്ലാതെ ആ സിറ്റുവേഷനിൽ നമുക്ക് പോയിട്ട് തിരിച്ചു വരാനുള്ള ഒരു ഇത് വന്നു. എന്നാലും ആംബുലൻസിലൊക്കെ പോകുമെന്ന് പറയുമ്പോൾ ഒരു ഇതല്ലേ, ആംബുലൻസിൽ പോയിട്ട് ഞങ്ങൾ മറ്റേ ലൈക്ക് കാരവാൻ പോലെ ഇങ്ങനെ കാർ പോലെ ഉണ്ടല്ലോ, ഞങ്ങളത് ട്രിപ്പോ ടൂറോ അങ്ങോട്ട് പോകുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടായി. എന്നാ പറയുന്നത് നമ്മൾ അങ്ങനെ പോകുമ്പോൾ പാനിക്. പക്ഷെ സിറ്റുവേഷൻ വാസ് ഓൾസോ ലൈക്ക് ദാറ്റ് കേട്ടോ. പുള്ളിക്കാരന് ഒരു പ്രശ്നമൊന്നുമില്ല, നീ ഓപ്പറേഷൻ കഴിഞ്ഞ് ഹീൽഡായി ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ള ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. ബട്ട് യു സി, അപ്പം നമ്മൾ അങ്ങനെ നേരത്തെ നമ്മൾക്ക് ഭയങ്കര പേടിയായിരുന്നു ഇതിലേക്ക്. സോ അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങൾ കൊണ്ടുതരും നമ്മൾ അങ്ങനെ ഇത് ചെയ്യുമ്പോൾ. നമ്മൾ ആ ഒരു ഇതിനെ പേടിയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു എനർജി കൊടുത്ത് നമ്മൾ അതിന് വേണ്ടി നല്ലത് പ്രാർത്ഥിച്ച എവ്രിതിങ് ഗുഡ് ഓൺലി വിൽ ഹാപ്പൻ ടു യു. ഇത് ഞങ്ങൾക്ക് അങ്ങനെയായി, നിങ്ങൾക്ക് ഉറപ്പായിട്ട് 100% നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. സോ ഓൾ ദി ബെസ്റ്റ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് നിങ്ങൾ പഠിക്കാനുള്ളത്, നിങ്ങൾ എന്താ പഠിക്കാനുള്ളത്, എല്ലാവരും ഇത് ചെയ്യാനുള്ളത്, പ്രാക്ടീസ് ചെയ്യാനുള്ളത്, ഇത് ഡിലീറ്റ് ചെയ്യുക. നമ്മൾ വേണ്ടാത്ത എന്ത് കാര്യം നമ്മുടെ മനസ്സിലേക്ക് വന്നാലും അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ മുന്നിൽ നിന്ന് സംസാരിച്ചാൽ നമുക്ക് ആ ഫ്രീക്വൻസി വേണ്ട, നമുക്കത് വേണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയണം? ക്യാൻസൽ നെറ്റ് അല്ലെങ്കിൽ ഡിലീറ്റ് കേട്ടോ. ഡിലീറ്റ് എന്ന് പറയാം. അതിൽ ഏറ്റവും നല്ലത് ഞങ്ങൾ പറയുന്നത് ക്യാൻസൽ നെക്സ്റ്റ്. സോ ഇത് കാണുക, പ്രാക്ടീസ് ചെയ്യുക ആൻഡ് ബിക്കം എ ലോ ഓഫ് അട്രാക്ഷൻ. പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ കോച്ച് വേണമെങ്കിൽ ആകാം, ദാറ്റ്സ് അപ് ടു യു. അല്ലെങ്കിൽ ഇത് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുക. ജീവിതത്തിൽ പല കാര്യങ്ങളും എല്ലാവരും നേടുക. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ് എല്ലാവരും. ബൈ.